എത്രത്തോളം ഈ പാത്രത്തിൽ കൊള്ളാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചീമക്കൊന്നൻ്റെ ഇല ലേശം ശർക്കര പൊടിച്ചത് ഇട്ട് വെച്ചിട്ട് നമുക്ക് സ്ലറി ആക്കിയിട്ട് നമുക്ക് പ്രാവശ്യം നമ്മൾ റെഡി ആക്കി വെച്ച് അത് തീരാനാകുമ്പോൾ അതിൽ നിന്നൊരു കൈപ്പാട്ട നമ്മൾ മാറ്റി വെച്ചിട്ട് വീണ്ടും പുതിയതിൽ നമുക്ക് ഉണ്ടാക്കി പോവാം. പക്ഷേ അതിലെ സൂക്ഷ്മ ജീവാണുക്കൾ നശിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്ന് വളമാവാൻ വേണ്ടി സൂക്ഷ്മ ജീവാണുക്കൾ ഇതിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ WDC ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധിന ആശംസകൾ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ പല രീതിയിലുള്ള ജൈവ സ്ലറികൾ വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വേനൽക്കാലം ഉണ്ടല്ലോ, അപ്പോൾ ഈ വേനൽക്കാലത്ത് ചെടികൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സ് വരും. കാരണം ചൂട് കൂടുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് ഖരാവസ്ഥയിലുള്ള വളങ്ങളോ അല്ലെങ്കിൽ ഫോളിയറായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ചൂട് കാലത്ത് നമുക്ക് ചെടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ചെടികൾ നല്ല രീതിയിൽ വളർച്ചയിലെത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജൈവ സ്ലറി വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വളം കൊടുത്താൽ ചെടികൾ നല്ല രീതിയിൽ പൂക്കും, നല്ല രീതിയിൽ കായ്ക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പൂക്കുന്നതും കായ്ക്കുന്ന സ്റ്റേജൊക്കെ സമയം ഏകദേശം ഒന്ന് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ വളം എന്താ വെച്ചാൽ നമ്മൾ ചൂട് കാലത്ത് ചെടികളിൽ നല്ല രീതിയിൽ സ്ട്രെസ്സ് വരും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇലകളിലെ കളർ വ്യത്യാസം അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ചെടികൾ നല്ല രീതിയിൽ വളരെഞ്ഞിപ്പോൾ കായ്ക്കാനുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ അത് കായ്ക്കാനും നല്ല പച്ചപ്പോട് കൂടി ചെടികൾ വളരാനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വളമാണിത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൈട്രജനാണ് ലേശം കൂടുതലായിട്ട് വരിക. തൊട്ടതായിട്ട് ഫോസ്ഫറസും പൊട്ടാസ്യം കറക്റ്റായിട്ടുണ്ട്, മറ്റു സൂക്ഷ്മ മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വളം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 30 ലിറ്ററിൻ്റെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രമ്മാണ് എടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബക്കറ്റ് എടുക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ 20 ലിറ്ററിൻ്റെ നമ്മളെ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടല്ലോ അതിലൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ 20 ലിറ്റർ വെള്ളം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ പൈപ്പ് വെള്ളം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം പിടിച്ച് വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ സീമക്കൊന്നൻ്റെ ഇല ആണ് കേട്ടോ. അപ്പോൾ സീമക്കൊന്നൻ്റെ ഇല എല്ലാവർക്കും അറിയാം, നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് സീമക്കൊന്നൻ്റെ ഇല. അതിപ്പോൾ പച്ചച്ചാണകം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീമക്കൊന്നൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് സ്ലറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പച്ചച്ചാണകം ആകുമ്പോൾ അതിൽ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഉണ്ടാവും. നൈട്രജന് പച്ചച്ചാണകത്തിനായിട്ടും കൂടുതൽ സീമക്കൊന്നൻ്റെ ഇലയിലാണ്. പക്ഷേ അതിൽ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടാവില്ല, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ പച്ചച്ചാണകം കിട്ടാത്തവർക്ക് നമ്മൾ സീമക്കൊന്നൻ്റെ ഇല എടുക്കുക. ഞാനിന്നിപ്പോൾ സീമക്കൊന്നൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എത്രത്തോളം ഇടാൻ പറ്റും അത്രത്തോളം ഇട്ട് കൊടുക്കുക. ഈ ഡ്രമ്മിലേക്ക് നമ്മൾ ഫുള്ളാവാതെ എത്രത്തോളം ഇടാൻ പറ്റും അത്രത്തോളം ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. രണ്ടാമത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ കടലപ്പിണ്ണാക്കാണ് കേട്ടോ. അപ്പോൾ കടലപ്പിണ്ണാക്ക് ഈ 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ 1/2 കിലോ കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോഴും കടലപ്പിണ്ണാക്ക് ആദ്യം മുമ്പ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ കടലപ്പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിലായി ചിലൊരു 2 ലിറ്റർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മളെ എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലുപൊടി ഇത് MPൻ്റെ എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്ലറി ഉണ്ടാക്കാനൊക്കെ നല്ല എല്ലുപൊടിയാണ്, കാരണം നല്ല പൊടിച്ചിട്ടാണ് വരിക. അപ്പോൾ ഇതിലെല്ലാ സത്തുക്കളും ഇതിലുണ്ട്. അപ്പോൾ ഈ MP എല്ലുപൊടിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ള ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 1/2 കിലോ കടലപ്പിണ്ണാക്കിലേക്ക് ഞാൻ എല്ലുപൊടി എടുക്കുന്നത് 300 ഗ്രാമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എടുക്കുന്നത് നമ്മളെ ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും ഒരു 300 ഗ്രാം എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇത് പുളിപ്പിച്ച് വളമാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ഒരു 250 ഗ്രാമാണ്, ഇത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 250 ഗ്രാം ശർക്കര എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ WDC ഉണ്ടല്ലോ, നമ്മളെ ജീവാണുവളം, ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്ലറി ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇത്ര അളവ് എന്നൊന്നുമില്ല, നമുക്ക് ഒരു ഏകദേശം ഒരു കപ്പ് ഇതേപോലത്തെ ഒരു മഗ്ഗാന്നുണ്ടെങ്കിൽ ആ ഒരു മഗ്ഗോ അല്ലെങ്കിൽ 3/4 മഗ്ഗോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 20 ലിറ്റർ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ശർക്കര 250 ഗ്രാമാണ്. ഇനി 200 ഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു 50 ഗ്രാം കൂടി 300 ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടിച്ചതായതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ലയിച്ച് പോയിക്കോളും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിവിടെ ഓൾറെഡി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ കടലപ്പിണ്ണാക്ക്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ.
ഇത് പറ്റി പിടിച്ചതൊക്കെ നമുക്ക് ഇതിലൊന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിലേക്ക് എണ്ണാക്കി കൊടുക്കാം. ഇത് കടലപ്പിണ്ണാക്ക് നമുക്ക് ഡയറക്റ്റ് ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് പെട്ടെന്നൊരു വളമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മുൻകൂട്ടി ഇതൊന്ന് കുതിരാൻ വെക്കണം. അത് ഇനിയിപ്പോൾ ഒരു 4 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 3 മണിക്കൂർ മുന്നേ തലേന്നാണെങ്കിലും നമുക്ക് അങ്ങനെ കുതിരാൻ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 300 ഗ്രാമിൻ്റെ അടുത്ത് എല്ലുപൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അളവാണ് എടുക്കുന്നത് കേട്ടോ. ലേശം കൂടിപ്പോയിച്ചൊന്നും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇത് ചെറിയ മഗിൻ്റെ ഒരു പകുതിൻ്റെ അടുത്താണ് ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വളക്കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലുപൊടി ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്ലറി ആയി കിട്ടുമൊന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനത്തെ പൊടിഞ്ഞ എല്ലുപൊടി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്ലറി ആയി കിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി അടുത്ത് നമ്മൾ മറ്റേ വേപ്പ് പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേപ്പ് പിണ്ണാക്ക് അതേപോലെ ഒരു 300 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ ഒരു പകുതി ആയിട്ടൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും ലേശം കൂടിച്ചിട്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ജൈവവളങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ലേശം ഒന്നും അങ്ങോട്ട് കൂടിയാൽ ലേശം കുറഞ്ഞ് വെച്ചിട്ടൊന്നും യാതൊരു വിധ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമ്മളൊന്നും കൂടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ സീമക്കൊന്നൻ്റെ ഇലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സീമക്കൊന്നൻ്റെ ഇല നമുക്ക് തണ്ടടക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ തണ്ടിലൊക്കെ ഗുണമുള്ളൂ. അപ്പോൾ ഒന്ന് നല്ലൊന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടാകെ ഇട്ട് കൊടുക്കണ്ട, ഇങ്ങനെ ഒന്ന് പിച്ചിട്ടോ അല്ലെങ്കിൽ ഈ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചതിൻ്റെ ശേഷമായിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം ഈ പാത്രത്തിൽ കൊള്ളാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സീമക്കൊന്നൻ്റെ ഇല ലേശം ശർക്കര പൊടിച്ചത് ഇട്ട് വെച്ചിട്ട് നമുക്ക് സ്ലറി ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചെടിക്ക് നല്ല രീതിയിൽ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എല്ലാവരുടെ പറമ്പിലൊക്കെ ഉണ്ടാവും. ഒന്ന് തിരഞ്ഞു നോക്കിയാൽ കിട്ടണതാണ് ഈ സീമക്കൊന്നൻ്റെ ഇലയൊക്കെ. അപ്പോൾ ഇതിലേക്ക് സീമക്കൊന്നൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ WDC കലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ കലക്കാനുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ റെഡിയാക്കി വെച്ച് അത് തീരാനാകുമ്പോൾ അതിൻ്റെ ഒരു കൈപ്പാട്ട നമ്മൾ മാറ്റി വെച്ചിട്ട് വീണ്ടും പുതിയതിൽ നമുക്ക് ഉണ്ടാക്കി പോവാം. പക്ഷേ അതിലെ സൂക്ഷ്മ ജീവാണുക്കൾ നശിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്ന് വളമാവാൻ വേണ്ടി സൂക്ഷ്മ ജീവാണുക്കൾ ഇതിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ WDC ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒരേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വലത് ഭാഗത്തൊക്കെ ഇളക്കി അതിലേക്ക് തന്നെ ഒരേ ദിശയിലേക്ക് ഒരു 40 റൗണ്ടൊക്കെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരേ ദിശയിൽ തന്നെ. അതിന് ശേഷം ഈ ഇലകളൊക്കെ ഒന്ന് താവാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചണഞ്ചാക്ക് എടുക്കുക. ഇനിയിപ്പോൾ ചണഞ്ചാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയൊക്കെ ഉണ്ടല്ലോ, ഹെയർ സർക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തുണി എടുത്താൽ മതി. അങ്ങനത്തെ ചണഞ്ചാക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളൊരു തണലുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് ഓവർ ചൂട് നമ്മളെല്ലാ സ്ലറി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഓവർ ചൂടടിക്കാത്ത ഒരു തണൽ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും 2 നേരം ഇത് ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ 2 നേരം ഇളക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ മുടങ്ങാതെ ഒരു 40 റൗണ്ടെങ്കിലും ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളൊരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം 5 ദിവസം കഴിഞ്ഞാലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാലും ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെടികൾക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാൻ മുൻകൂട്ടി വളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പല സ്ലറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയും അതും കൂടി ഉപയോഗിക്കുന്നത് കാണിച്ചുകൂടെയെന്ന്. അപ്പോൾ ചിലതൊക്കെ കാണിക്കാറുണ്ട്, ചിലത് ഞാൻ മുൻകൂട്ടി റെഡി ആക്കി വെച്ചതുണ്ടെങ്കിലാണ് ഞാൻ കാണിക്കുക. ഇതിപ്പോൾ റെഡി ആക്കി വെച്ചത് എൻ്റെ കൈമിലില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല, കാരണം ഇത് സ്ലറി ആയി നമ്മൾ സാധാ ജൈവ സ്ലറി ആയ പോലെ 7 ദിവസം കഴിയുമ്പോൾ അതുണ്ടാവും. അപ്പോൾ ഇതൊരു കപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 4 ഇരട്ടി വെള്ളം അല്ലെങ്കിൽ 5 ഇരട്ടി വെള്ളം, നമുക്ക് ചെറിയ തൈയൊക്കെ ആണെന്നാൽ 5 ഇരട്ടി വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പച്ചക്കറി നമ്മൾ വിത്ത് മുളപ്പിച്ച ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 7 ഇരട്ടി വെള്ളം നമുക്ക് ഉപയോഗിച്ച് ഇരട്ടിയാക്കിയിട്ട് നമുക്ക് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് റെഡി ആവുന്ന ടൈമിൽ 7 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കേട്ടോ. കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ഒരു കപ്പ് എടുക്കുക, അതിലേക്ക് 5 ഇരട്ടി വെള്ളം മിക്സ് ചെയ്യുക, ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് എത്ര ദിവസം കൂടുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി നേർമ്മിപ്പിച്ചാൽ ഒരു 10 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി തന്നെ അത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല.
ഇനിയല്ല നമ്മളിപ്പോൾ അഞ്ചരട്ടിയിൽ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസം കൂടുമ്പോൾ തന്നെ നമുക്കിത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി പലരും ചോദിക്കുന്നതാണ് ഇത് എത്ര ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നത്. മാക്സിമം ഒരു 15 ദിവസം വരെ നമ്മൾ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അത് 7 ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മളൊരു 2 ആഴ്ചയും കൂടി ഇത് സൂക്ഷിച്ചാൽ മതി. അത്രയ്ക്ക് നമ്മൾ കൊടുക്കാനുണ്ടാവുള്ളൂ. ഇതിപ്പോൾ 20 ലിറ്റർ അല്ലേ, ഇന്ത്യ പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചെടികളുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർപകുതിയായിട്ട് അളവെടുത്താൽ മതി, അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ച ഉപയോഗിക്കുമ്പോൾ അത് തീർന്നോളൂ കേട്ടോ. ഒരുപാട് കാലം ഒരു കാരണവശാലും നമ്മൾ വെക്കാതിരിക്കുക, കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്